ഫ്ലൈ ക്രിയേറ്റീവ് ഓൺലൈൻ ലിമിറ്റഡ് ട്രാവൽ ഫെസ്റ്റ് സംഘടിപ്പിച്ചു. ഫ്ലൈ എമിറേറ്റ്സിൻ്റെ സേവനങ്ങളായ ടിക്കറ്റിംഗ്, ഗ്ലോബൽ വിസ, ടൂർ പാക്കേജ്, പാസ്പോർട്ട്, എമിഗ്രേഷൻ, അറ്റസ്റ്റേഷൻ, ഉംറ വിസ മുതലായവയെക്കുറിച്ച് പൊതുജനത്തിന് കൂടുതൽ അവബോധം നൽകുന്നതിനായാണ് ഫെസ്റ്റ് സംഘടിപ്പിച്ചത്. സ്ഥാപനത്തിൻ്റെ പുതിയ റീജിയണൽ ഓഫീസ് പരിചയപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ച ട്രാവൽ ഫെസ്റ്റിൽ സന്ദർശകർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ടും ലക്കി ഡ്രോയിൽ വിജയികളായ 5 പേർക്ക് സൗജന്യ ടൂർ പാക്കേജും നൽകുന്നുണ്ട്. VR സുനിൽകുമാർ MLA ഫെസ്റ്റിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു. അത് തന്നെ നമുക്കൊരു അഭിമാനമായിട്ട് കാണാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇതിനേറെ അഭിനന്ദനവും ഞാൻ ഫ്ലൈ ക്രിയേറ്റീവിന് നേരുകയാണ്. നേരത്തെ തുടങ്ങി ഇന്നൊരു വിപുലമായിട്ടുള്ളൊരു സംവിധാനത്തിലേക്ക് ഇവിടെ കിടക്കുകയാണ്. അതോടൊപ്പം തന്നെ അതിൻ്റെ ഒരു ഫെസ്റ്റ് കൂടി ഇവിടെ നടക്കുകയാണ്. അതിൻ്റെ നറുക്കെടുപ്പാണ് ഇവിടെ നടക്കുന്നത്. തീർച്ചയായിട്ടും ഭാഗ്യവാന്മാരും ഭാഗ്യവതിയുമായിട്ടുള്ള ആളുകൾ പുറത്തേക്ക് പോകുവാൻ അതിനുള്ളൊരു അവസരം കൂടിയായിട്ടാണ് ഇതിനെ കാണുന്നത്. ഇതിനെല്ലാവിധ ആശംസകളും ഞാൻ ഈ വേദിയിൽ നേരുകയാണ്. അത് കുറച്ച് വൈകിയിട്ടുണ്ട് എങ്കിൽ തന്നെയും ഇനിയും കൂടുതൽ എല്ലാം ഒരു കുടക്കീഴിൽ എന്നാണ് എന്നോട് ഇവിടെ സൂചിപ്പിച്ചത്. പുറത്തേക്ക് പോകുവാനും അതിനുള്ള മറ്റ് എല്ലാ സൗകര്യവും, പാസ്പോർട്ടും ലൈസൻസും മറ്റ് വിസയും ഉൾപ്പെടെയുള്ള എല്ലാ സൗകര്യങ്ങളോടും കൂടി തന്നെയാണ് ഇതിൻ്റെ പ്രവർത്തനം ഇവിടെ സജ്ജമാക്കിയിട്ടുള്ളത്. അതിന് നമുക്ക് ഈ മേഖലയിൽ തൊഴിൽ സാധ്യതകളിലേക്കെല്ലാം കിടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ അവസരങ്ങളും ഇവിടെ ഫ്ലൈ ക്രിയേറ്റീവ് ഒരുക്കിയിട്ടുണ്ട്. പ്രവർത്തകരെ അഭിനന്ദിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഔപചാരികമായിട്ട് ഉദ്ഘാടനം നിർവഹിച്ചാൽ വേദിയിൽ പ്രഖ്യാപിച്ചു. CPIM ഏരിയ സെക്രട്ടറി KR ജൈത്രൻ, നഗരസഭാ പ്രതിപക്ഷ നേതാവ് TS സജീവൻ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. ഞാനിടയ്ക്ക് വല്ലപ്പോഴും വിദേശത്ത് പോകുമ്പോ അതിന്റെ എല്ലാ പരിപാടികളും ഇവിടെ പ്രീതിയും വാണിയും ശബ്ദം കൂടി സംഘടിപ്പിച്ചതല്ലാവും. അപ്പൊ ഇടയ്ക്ക് ബന്ധപ്പെടാറുണ്ട്. എന്തായാലും ഇതിനെ ഒന്നുകൂടി പ്രൊമോട്ട് ചെയ്യേണ്ടതുണ്ട്. കാരണം കൊടുങ്ങല്ലൂർ നഗരത്തിലെ ഇത്ര സുപ്രധാനമായ ഒരു വിപുലമായ സംവിധാനം ട്രാവലിങ്ങിനെ, പ്രത്യേകിച്ച് ടൂറൊക്കെ പോകുമ്പോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ടൂർ പോകാറുണ്ട്. പലപ്പോഴും പുറത്ത് ഏജൻസീസ് ആയിട്ടാണ് ടൂർ പോകുന്നത്. ഇവിടെ ടൂറിസം ഉണ്ട് എന്ന് കഴിഞ്ഞ ഒരു 2 മാസം മുമ്പ് ചമ്മേട്ട പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഇവിടുത്തെ ടൂറിസം ഉണ്ട്. അപ്പൊ അതൊക്കെ ഒരു പ്രൊപ്പഗൻഡയുടെ കുറച്ചുകൂടി ഒരു പ്രചരണത്തിന്റെ ആവശ്യമാണ്. ആ രീതിയിൽ പ്രൊമോട്ട് ചെയ്താൽ ഈ സ്ഥാപനം തീർച്ചയായും വലിയ പുരോഗതിയിലേക്ക് വരും. അതിനെല്ലാ ആശംസകളും അർപ്പിക്കേണ്ട. അതിന് ശ്രീ യൂസഫിന്റെയും അതുപോലെ തന്നെ ഷൺമേന്റെയും നേതൃത്വത്തിൽ ഇത്രയധികം ചെറുപ്പക്കാരും കൂടി വളർച്ചയുടെ പുരോഗതിയുടെ പാതയിലേക്ക് കൊണ്ടുപോകാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്. പക്ഷെ ഇന്ന് വന്നപ്പോൾ വളരെ സന്തോഷം തോന്നി. നേരത്തെ ചൈത്രയൊക്കെ സൂചിപ്പിച്ച മാതിരി ഏകദേശം 200 ജില്ലാ പേരാണ് ഇതിനകത്ത് പങ്കെടുക്കുന്നത്. 200 ജില്ലാ കുടുംബങ്ങള് ഈ ഒരു സ്ഥാപനത്തിന്റെ ആശ്രയത്തിൽ ജീവിക്കുക എന്ന് പറയുമ്പോൾ ഏകദേശം 1000 പേരെ ഉപജീവന മാർഗമായിട്ട് ഈ സ്ഥാപനം മാറിയിട്ടുണ്ടെന്നുള്ളത് വളരെ സന്തോഷമാണ്. പ്രത്യേകിച്ച് കൊടുങ്ങല്ലൂര് ഇനിയും കൂടുതൽ ഉയരങ്ങളിലെത്താനായിട്ട് സർവേശ്വരന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഒരുപാട് ആളുകൾക്ക് ഇനിയും തൊഴിൽ കൊടുക്കാനായിട്ട് ഈ സ്ഥാപനത്തിന് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഫ്ലൈ ക്രിയേറ്റീവ് ഡയറക്ടർ KU യൂസഫ് ട്രാവൽ ഫെസ്റ്റിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെക്കുറിച്ച് വിവരിച്ചു. ബിസിനസ് ഡെവലപ്മെൻറ്റ് ആൻഡ് റിലേഷൻഷിപ്പ് മാനേജർ PK ഷൺമുഖൻ സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ യദുകൃഷ്ണ കോർഡിനേറ്ററായിരുന്നു. ബഹുമാനപ്പെട്ട MLA എടുക്കുകയാണ്. ജലാൽ മത്തിക്കൻ പ്ലേസ് മത്തിക്കൻ മതിലകം റമീസ് രാജി കൊണ്ടോട്ടി അടുത്തത് വിഷയം അവരുടെ എന്റെ പേരില്ല അതില്
അബിയ ഫാത്തിമ സ്ഥലമില്ല നമ്മൾ ടൂർ പാക്കേജ് മെയിനായിട്ട് അവർക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഫസ്റ്റ് പ്രൈസ് കൊടുക്കുന്നവർക്ക് നമ്മൾ അട്ടപ്പാടി സൈലന്റ് വാലി ഒരു ട്രിപ്പാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ബാക്കിയുള്ളവർക്കെല്ലാം വാഗമണിൽ ഒരു 1 നൈറ്റ് സ്റ്റേക്കേഷൻ പോലെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്.